ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സൺ പിക്ചർ ഒരു അപ്ഡേഷൻ തന്നിട്ടുണ്ട്. അതായത് അല്ലു അർജുൻ്റെ അടുത്ത പടത്തിൻ്റെ ഡയറക്ടർ അറ്റ്ലി ഇതിനെ പറ്റിയാണ് ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ അത് ഇതിനകത്ത് കാണിക്കുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചെന്ത് ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് പറയാം, കണ്ടിട്ട് എന്തോ തോന്നിയെന്ന് പറയാം. പിന്നെ അറ്റ്ലി എന്നൊരു ഡയറക്ടറെ പറ്റിയും ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. പുള്ളിയുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അതിനെപ്പറ്റിയും പറയാം. അപ്പം വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാണണം, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം പുള്ളിയെ പറ്റി എന്ന് വെച്ചാൽ ഈ മേക്കിംഗ് വീഡിയോ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് കിടിലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നെൽസനാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നത്. പക്ഷേ അത് എനിക്ക് നല്ല രീതിയാണ്. പക്ഷേ ഇപ്പോഴും വണ്ടി കിട്ടാതെ കിടക്കുന്ന കുറേ ടീംസ് ഇപ്പോഴും ഉണ്ട്. അതായത് വിജയുടെ ഇപ്പം പടം ചെയ്തുകൊണ്ടിരിക്കുന്ന വിനോദൊക്കെ ചെയ്യുന്ന പടങ്ങൾ അറിയാമല്ലോ. ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു അലവലാതി പോസ്റ്റർ എടുത്തിട്ട് അങ്ങനെ തരും. പക്ഷേ അതേപോലെ ഇതിപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് രീതി, അതായത് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ലോകേഷും അതേപോലെയാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്, സിനിമ ചെയ്യുന്നത്. നല്ലൊരു അപ്ഡേഷൻ തന്നിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യും. ഈ മേക്കിംഗ് വീഡിയോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വീഡിയോയ്ക്കകത്ത് നമുക്ക് ജുറാസിക് പാർക്കിനെ കാണാം, പിന്നെ സ്പൈഡർമാൻ, കുറേ സൂപ്പർ ഹീറോസിനെ കാണാം, എക്സ്മാനെ കാണാം, എക്സ്മാൻ സീരീസിലുള്ള കുറച്ച് കഥാപാത്രത്തെ കാണാം. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളെ കാണിക്കാം ആ വീഡിയോയ്ക്കകത്ത്. പക്ഷേ കണ്ടിട്ട് കിടിലൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്തെ ഒരു അറ്റ്ലി എന്ന് പറയുന്നൊരു ഡയറക്ടറുണ്ട്. പുള്ളിയുടെ ഒരു ശൈലി അന്ന് മാറ്റാതെ രക്ഷയില്ല. കാരണം എനിക്ക് ആദ്യമേയൊക്കെ പുള്ളി എന്ന് പറഞ്ഞ ഡയറക്ടർ ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ എന്താ വെച്ചാൽ രാജാറാണി കഴിഞ്ഞിട്ട് തെരി ഇറങ്ങി, മെർസലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഏകദേശം ശൈലി മനസ്സിലായി. പുള്ളി എങ്ങനെയാണ് പുള്ളിയുടെ ശൈലി, അത് ശങ്കറിൻ്റെ ഡയറക്ടറല്ലേ. അതുകൊണ്ട് പുള്ളിയുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ കണക്റ്റ് ആക്കിയിട്ട് പടം കൊടുക്കും. അത് അനാവശ്യമായിട്ടുള്ള ഇമോഷൻ എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം കൂടി ഗ്ലിസറൈൻ വെച്ച് കണ്ണൊലിപ്പിച്ച് കാണിക്കുന്നത്, അതേയുള്ള പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുത്തത് മെർസലോട്ടാണ്. ഞാൻ പിന്നെ പിന്നെ പറയണ്ട, എൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ വെറും മേക്കിംഗ് സ്റ്റൈൽ. അതിനെക്കാട്ടി നല്ലോണം ഇപ്പം തന്നെ നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരു ഗ്രൗണ്ടിൽ വെച്ചൊക്കെയുള്ള ഷോട്ടുകൾ. വിജയ് വെച്ചായതുകൊണ്ട് ചിലപ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് എടുക്കാൻ പറ്റത്തില്ല, എങ്കിലും ഒരു മര്യാദയില്ല ഒരു VFX ഒക്കെ ചെയ്യുന്നതിന്. അപ്പോൾ ഇത് VFX ചെയ്തേക്കുന്ന വിദേശത്തുള്ള ടീമാണ്. അതായത് ഗോട്ടിൻ്റെ, വിജയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ വെങ്കട് പ്രഭുവിൻ്റെ ഗോട്ടുണ്ടല്ലോ, അതിനകത്ത് വിജയുടെ DH ചെയ്തേക്കുന്നത് ഈ ടീമുകളാണ്. അപ്പോൾ ഈ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ VFX ഞാൻ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഗോട്ടിൻ്റെ അല്ല. എങ്കിലും ചിലയിടത്തൊക്കെ വായിട്ട് ഇവിടെയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ വിജയുടെ കാണിക്കുമ്പോൾ. പിന്നെ അറ്റ്ലിയെ ഞാൻ വെറുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്നതിന് ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല ഏതൊരു പടത്തിനായാലും. പിന്നെ ഉണ്ട് ഈ കിഴിയിലെ 2 ചേട്ടന്മാരുണ്ടല്ലോ, അതിനകത്തെ ഉള്ള എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. 2 പേരിരിക്കുന്നത്. അതിനകത്ത് ജിനേഷ് എന്ന് പറഞ്ഞ ആ ചേട്ടനാണ് എനിക്ക് കൂടുതൽ എന്ന് വെച്ചാൽ അവതരണമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം പുള്ളി ഈ ഇടയ്ക്ക് അറ്റ്ലിയുടെ മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടമാണെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ടോട്ടലി ബിഗിൽ കണ്ടതൊക്കെ ശേഷമാണ് അറ്റ്ലിയെ വെറുക്കാൻ തുടങ്ങി. കാരണം അതിനകത്ത് ഇട്ടൊക്കെയുള്ള ഒരു സാധനവും, പിന്നെ പുള്ളിയുടെ ഷോട്ട് എല്ലാം ഒരു പുതുമയില്ല. കാരണം എല്ലാത്തിനകത്തും വെച്ചേക്കുന്നത് ഒരേ ഷോട്ട് തന്നെ. അപ്പം തിരിക്കകത്ത് വെച്ചേക്കുന്നതും മെർസൽ, ബിഗിൽ ഇതിനകത്തൊക്കെ വെച്ചേക്കുന്നത്, പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങി ജവാനകത്തൊക്കെ വെച്ചേക്കുന്നത് ഒരേ ഷോട്ട് തന്നെ. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ അതിനകത്ത് മേക്കിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സീനുകൾ നമ്മൾ ആർട്ട് വർക്ക് ചെയ്ത് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അത് വലുതാക്കി കാണിക്കുക. ഇപ്പോൾ അതായത് ഒരു കടലിൽ ഓടുന്ന ബോട്ടാണെന്ന് വിചാരിക്കുക. ആ കടലിൽ ഓടുന്ന ബോട്ടിനകത്ത് നമുക്ക് ബോട്ടായിട്ട് തോന്നിക്കണമെങ്കിൽ അത് അടുത്ത് വെച്ച് ക്ലോസപ്പ് ഷോട്ടും പിന്നെ വലിയ വെച്ച് അതൊരു ചെറിയൊരു ആർട്ട് വർക്ക് ഉണ്ടാക്കിയിട്ട് അതൊരു ടാങ്കിനകത്ത് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സ്ക്വയർ പോലത്തെ ഒരു ടാങ്കിനകത്ത് വെച്ചിട്ട് അതിനകത്ത് സൂമി കാണിച്ച് കഴിഞ്ഞിട്ട് അതൊരു ബോട്ടാക്കി മാറ്റുക. അങ്ങനെയാണ് എൻ്റെ അറിവിൽ. ഞാനാണെങ്കിൽ ഇത് ആരും എന്നെ കാണിച്ചു തന്നിട്ടൊന്നുമല്ല. എനിക്ക് തോന്നിയ ഒരു ആർട്ട് വർക്ക് ഞാൻ ചെയ്തത്. പിന്നെ അത് തന്നെ ജവാനകത്ത് ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ടിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് ഇവിടുത്തെ മേക്കിംഗ് വീഡിയോ ഒക്കെ. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മേക്കിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് ഏക്കത്തില്ല. പിന്നെ അറിയാത്തവർക്കാണെങ്കിൽ ഏക്കും. എനിക്ക് ബിഗിലിൻ്റെ മെർസൽ തൊട്ട് അറ്റ്ലിയുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ നമുക്കത് മനസ്സിലാവും. കുറേ ഗ്രീൻ സ്ക്രീൻ പരിപാടികളൊക്കെ പുള്ളി കാണിക്കുന്നത് ബോർ തന്നെ എല്ലാത്തിനകത്തും. ഇപ്പം ഒരു ചെറിയ ഒരു ഷോട്ട് തൊട്ട് വലിയൊരു സീൻ വരെ ആയാലും അതിനകത്ത് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ പുള്ളിയുടെ പണിയില്ല. അതിപ്പോൾ ഏത് വീട്ടിനകത്ത് വെച്ചാലും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കും. അതാണ് പുള്ളിയുടെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നിങ്ങളിപ്പം എമ്പൂരാൻ കണ്ടല്ലോ, എമ്പൂരാനകത്ത് അതിനകത്ത് കൂടുതലും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് കൂടുതലും ഓൺ വീഡിയോയിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പടം കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു അല്ലു അർജുൻ അറ്റ്ലിയുടെ പടമില്ല. അതുകൊണ്ട് അല്ലു അർജുൻ ഒരു 5, 6, 7 അല്ലു അർജുൻ കാണുമായിരിക്കും. കൂടുതൽ അല്ല, പോട്ടെ ഞാൻ ചുമ്മാ പറഞ്ഞ ഒരു 2 എണ്ണമെങ്കിലും കുറഞ്ഞത് കാണും. അപ്പോൾ അതിനകത്ത് ഒന്ന് എൻട്രൻ്റെ ഒരു ടച്ച് എനിക്ക് എടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സൂപ്പർ ഹീറോ മൂലത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് ഒരാൾ നോർമലി, ഒരാൾ സൂപ്പർ ഹീറോ ആയിട്ടായിരിക്കാം. ടോട്ടലി ഈ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിന് നല്ലൊരു ഹൈപ്പ് കാണും. കാരണം പുഷ്പയുടെ ഇത്രയും വലിയൊരു വിജയത്തിന് ശേഷം വരുന്നൊരു പടം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് വേറെ ലെവലായിരിക്കും. ഇപ്പോൾ ഈ ഒരു പടം പാളി കഴിഞ്ഞാൽ പോക്കാം. പക്ഷേ അറ്റ്ലിയുടെ പടമായതുകൊണ്ട് നല്ല ഒരു എന്ന് വെച്ചാൽ പബ്ലിസിറ്റി പുള്ളിക്ക് കിട്ടും. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനെങ്കിലും ഒരു വട്ടെങ്കിലും ആൾക്കാർ പോയി കാണും. കാരണം ആ പരിപാടികളൊക്കെ എന്തും മനസ്സിലാക്കാൻ വേണ്ടി.
കാരണം ചുമ്മാ ഒരു കോമളിത്തരമാണെങ്കിലും ഒന്ന് കാണാൻ പറ്റും ഇമോഷൻ വെച്ചൊക്കെ പിടിക്കുന്ന പരിപാടിയാണ് പുള്ളിയുടെ. അത് കാണാൻ ഒരു വട്ടെങ്കിലും ആൾക്കാരൊന്ന് കയറി നോക്കും. അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി ആദ്യമേ ഉണ്ടാക്കിയെടുത്തൊരു ബേസുണ്ട്. അതായത് തെറിയും രാജാറാണി തെറി മെർസൽ ആ പരിപാടികളൊക്കെ ഉണ്ട്. അത് തന്നെ ആവർത്തിക്കുമ്പം ഇറിറ്റേഷൻ തോന്നും. എനിക്കത് തന്നെയാണ് പുള്ളി വെറുക്കാൻ കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അനൗൺസ്മെൻറ്റ് വീഡിയോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഇനി നമുക്ക് ഓരോരോ അപ്ഡേഷൻ വരുമ്പം അറിയാം എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.